ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ചിലപ്പോഴൊക്കെ ഈ സമയം നോക്കുമ്പോൾ നമ്മുടെ ഈ മൊബൈലിലൊക്കെ കാണാം 10:10 അല്ലെ 12:12 അല്ലെ 11:11 ഇങ്ങനെ ചില സമയങ്ങൾ കാണാം. ഉദാഹരണത്തിന് പറഞ്ഞതാണ്, അതായത് 2:09, 7:7 ഇങ്ങനെ ഏത് സമയമാകാം. രണ്ട് സമയത്തിന്റെ ആ രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ വരും. മനസ്സിലായില്ലേ? 10 മണി 10 മിനിറ്റ്, 11 മണി 11 മിനിറ്റ്, അങ്ങനെ 11:11, 10:10, 7:7 ഇങ്ങനെ എങ്ങനെ വേണേലും വരാം. ഇത് പലപ്പോഴും നമ്മുടെ മൊബൈലിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ്. ഇപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്താണെന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ കാണുന്നതിൽ കാര്യമുണ്ട്, കാര്യമില്ലാഴികയില്ല, കാര്യമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിനുള്ള ചെയ്യേണ്ട പരിഹാരം, എങ്ങനെ ജീവിതത്തിൽ അത് ഗുണപ്രദമായ മാറ്റം ഉണ്ടാക്കാം, ഈ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് ശരിയാണെന്ന് നിരീക്ഷിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആര് എന്ത് പറഞ്ഞാലും അതേപടിയല്ല, നിങ്ങളൊന്നത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അത് നിരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാകുന്നതിൻ്റെ അത് കാര്യമുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ജീവിതത്തിൽ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്, പെട്ടെന്ന് ജീവിതം മാറാൻ വേണ്ടി. അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ഒരു സംഖ്യാജ്യോതിഷമല്ല പറയുന്നത്, വേറെ ചില കാര്യങ്ങളാണ്. ഒരു സംഖ്യാജ്യോതിഷം ആയിക്കോട്ടെ, ഗ്രഹനിലയിലെ ഒരു കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹസ്തരേഖ കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന പല കാര്യങ്ങളും പറഞ്ഞു തരാൻ സാധിക്കും. ഇപ്പം ഞാൻ വീഡിയോ പറയുന്ന പല പരിഹാരങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരിക്കലും ആരും പറയാത്ത കാര്യങ്ങളാണ്. അതുപോലെ സംഖ്യാരഹസ്യങ്ങൾ, ഹസ്തരേഖയിലെ കാര്യങ്ങൾ, ഗ്രഹനിലയിലെ ചില കാര്യങ്ങൾ, ഏത് ദിവസം ദാനധർമ്മം നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഗ്രഹനില നോക്കിയാൽ ഏത് ദേവതയെ വിളിക്കണം, എങ്ങനെ വിളിക്കണം, ഏത് സമയത്ത് വിളിക്കണം, ഏത് മന്ത്രം ജപിക്കണം, ഏത് ഭാഗ്യനിറം ഉപയോഗിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ജീവിതം മാറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ എനിക്ക് സാധിക്കും. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ അതൊക്കെ വിശദമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്. എങ്കിലും പല കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം പറയാൻ പോകുന്ന കാര്യവും പെട്ടെന്ന് ജീവിതം മാറ്റുന്ന കാര്യവും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവിടെ ആദ്യം പറയാൻ പോകുന്ന കാര്യം ഈ സമയത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാണ് പെട്ടെന്ന് ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങൾ, ആരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും ചേഞ്ച് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടും, പിന്നെ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ലളിതമായ വഴിപാടും നല്ല പ്രാർത്ഥനകളും മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങളൂടെ പ്രയത്നിക്കണം. അത് പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഇതാണ് സാഹചര്യം. ഇനി ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് വീഡിയോയിലേക്ക് ഇനി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പലപ്പോഴും ഈ സമയം നോക്കുമ്പോൾ നമ്മുടെ മൊബൈലിലുമൊക്കെ 10:10, 5:5 അല്ലെ 6:6 അല്ലെ 11:11 ഇങ്ങനെ ഈ സമയവും, അതായത് 10 മണി 10 മിനിറ്റ് അങ്ങനെ രണ്ട് ഭാഗത്ത് ഒരേ സംഖ്യ വരും. അത് സ്ഥിരമായിട്ട് നോക്കുന്നവർക്ക് അത് തന്നെ ആവർത്തിക്കാറുമുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ട് തോന്നുകയാണെങ്കിലും ഞാനത് അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. അന്ന് എനിക്ക് ഏറ്റവും വളരെ ദുരിതമുള്ള ഒരു കാലമായിരുന്നു. അനുഭവത്തിൽ നിന്നേ പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ പലർക്കും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് യാദൃച്ഛികമല്ല, നിങ്ങളുടെ ആ ഉപബോധ മനസ്സിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. ആ സമയം വരുമ്പം തന്നെ ഈ സമമായിട്ട് മണിക്കൂറും മിനിറ്റും വരുമ്പം തന്നെ നിങ്ങൾ 10:10 അങ്ങനെ നിങ്ങൾ ഓൾറെഡി നോക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഒരു ചില കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും സംശയം,
അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, ജീവിതത്തിൽ ഏതൊരു തീരുമാനം എടുക്കാനും വ്യക്തത ഇല്ലാത്ത ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഒക്കെ ചെയ്താൽ ഇതിലെല്ലാം തടസ്സം ഉണ്ടാവും. എല്ലാത്തിനും ഒരു തടസ്സം പ്രതിസന്ധികളായിരിക്കും. അപ്പോൾ അത് വലിയ ദോഷമൊന്നുമല്ല, എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ ദോഷമോ പേടിക്കേണ്ട വലിയ കാര്യങ്ങളോ അല്ല എങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നീക്കുപോക്കുണ്ടാകാൻ, തടസ്സങ്ങൾ മാറാൻ, കാലതാമസം മാറാൻ ഇതിന് ഒരു പരിഹാരം ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ ഇത് പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് അഷ്ടോത്തര അർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഒരു കുഴപ്പമില്ല. ആ ഒരു പ്രവണത പിന്നെ മാറുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ടൈം ചേഞ്ച് ആകും, നിങ്ങളുടെ സമയം മാറും. എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും മാറി നാൾ ഉയർച്ചയിലേക്ക് വരും. ഈ ഈ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു കാര്യത്തിനൊരു നീക്കുപോക്കില്ലാത്ത രീതിയിൽ നിന്ന് മാറി കാര്യങ്ങൾ നടക്കുവാനും തടസ്സങ്ങൾ മാറാൻ ഉപകരിക്കും എന്നുള്ള ചെയ്തു നോക്കിക്കൂ. കൃത്യമാണ്, സംശയമൊന്നുമില്ല. ചെയ്താൽ ഇപ്പൊ ഇങ്ങനെ ജീവിതത്തിലെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഭദ്രകാളിയോട് പ്രാർത്ഥിക്കുമ്പം ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. 3 അല്ല 4 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ? എൻ്റെ സമയവും അമ്മേ ഭദ്രകാളിയമ്മ അവിടുന്ന് തന്നെയാണ്. എൻ്റെ കഴിവും ഭദ്രകാളിയമ്മ അവിടുന്ന് തന്നെയാണ്. എൻ്റെ ബുദ്ധിയും ഭദ്രകാളിയമ്മ അവിടുന്ന് തന്നെയാണ്. എൻ്റെ ജീവിതവും അവിടുന്ന് തന്നെയാണ്. എല്ലാം അവിടുന്ന് മംഗളമാക്കി തരണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു നിങ്ങളെ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അഷ്ടോത്തര അർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്തു നോക്കുകയും ഓൺ ദ സ്പോട്ടിൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഇനിയും പെട്ടെന്ന് ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പെട്ടെന്ന് ജീവിതം മാറാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങൾക്ക് വേണേൽ പറയാം, പലരും പലതും പറയും. പക്ഷെ ഞാൻ പറയുന്നത് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താണ്, കൃത്യമായിട്ടാണ് പറയുന്നത്, ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് ജീവിതം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ദേവിയെ വിളിക്കണം, ഭദ്രകാളിയെ വിളിക്കണം, ദേവിയെ വിളിക്കണം. അമ്മ പാർവതി ദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങളാണ്, വിവിധ ഭാവങ്ങളാണ്, വിവിധ രൂപങ്ങളാണ് എല്ലാ ദേവിയുടെ ഭാവങ്ങൾ. അപ്പം അമ്മ ദേവിയെ വിളിക്കണം. അതെന്തുകൊണ്ടാണ് ദേവിയെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ജീവിതം മാറുന്നത്? അത് പലർക്കും അറിയില്ല, അതിന്റെ പുറയിലുള്ള കാര്യം. കാര്യം പറഞ്ഞാലല്ലേ അതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് ഫലം ഉണ്ടാകത്തുള്ളൂ. ചുമ്മാ ആരെങ്കിലും പറയുന്ന കേട്ട് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഏതിനും കാര്യം പറഞ്ഞാലേ നമ്മളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കത്തുള്ളൂ. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളാ ഒരു കാര്യം പറഞ്ഞത്, ചിലപ്പോൾ ഞാനത് വിശ്വസിച്ചെന്നിരിക്കും. ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. ഉദാഹരണം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചെന്നിരിക്കും. പക്ഷെ എൻ്റെ മനസ്സുണ്ട്, എൻ്റെ ഉപബോധ മനസ്സുണ്ട്. അത് വിശ്വസിക്കണമെങ്കിൽ അതിനൊരു കാരണം കിട്ടണം, എങ്കിലേ നമ്മുടെ മനസ്സിന്റെ മനസ്സിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ നിങ്ങൾ ചോദിച്ചാൽ അത്ഭുതം സംഭവിക്കുന്നു. അല്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടു, അയാളെ കാണാൻ നല്ല ലുക്കുണ്ട്, അല്ലെ വളരെ വലിയ സ്റ്റേജ് ഇരുന്ന് പറയുന്നു, ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകത്തില്ല. അത് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ സത്യസന്ധമായ റീസൺ മനസ്സിന് കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ദേവിയെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ, കൃത്യമായ ഉത്തരമാണ്, കൃത്യമായ കാര്യമാണ് പറയുന്നത്. ദേവി എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തിയാണ്. നിങ്ങളുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയാണ് ദേവി. അതുകൊണ്ടാണ് ദേവിയെ വിളിച്ചാൽ ജീവിതം മാറുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഊർജം തന്നെയാണ്. മൂലാധാരത്തിൽ നട്ടലിന്റെ ഏറ്റവും താഴ്ഭാഗത്തായി ആ മൂലാധാര ചക്രം എന്നൊരു ചക്രമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വലിയ ചക്രമൊന്നുമല്ല, ഊർജ കേന്ദ്രങ്ങളാണ് ഈ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ മൂലാധാര ചക്രത്തിൽ കുണ്ടലിനി ശക്തിയായിട്ട് കിടക്കുന്ന ആ ദേവിയാണ് ആ ഊർജമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ദേവിയെ വിളിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകും. നമ്മുടെ ഉള്ളിലെ ഊർജത്തിൽ, നമ്മുടെ ആ മൂലാധാര ചക്രത്തിലെ ഊർജത്തില് ആ മാറ്റം ഉണ്ടാകുകയാണ്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാകുന്നത്, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നത്, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ബുദ്ധി നമുക്ക് ഷാർപ്പാകും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പോഴാണ് വരുമാനം വരുന്നത്. പുതിയ കാര്യങ്ങൾ, വരുമാനത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ വരുമാനം വരത്തുള്ളൂ. അല്ലെ ചുമ്മാ ഇരുന്നുകൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താലോ കൂടുതൽ വരുമാനം വരത്തില്ല. ഇപ്പം ചെയ്യുന്ന തൊഴിലിൽ നിന്നും വരുമാനം പോരെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയോ അല്ലെ ആ തൊഴിൽ കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ പുതിയ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ പുതിയ വരുമാനം വരത്തുള്ളൂ. അതിനുള്ള ബുദ്ധി, അതിനുള്ള കഴിവ്, അതിനുള്ള ജ്ഞാനം ദേവി തരും. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ദേവിയെ വിളിച്ചാൽ, അത് ഭദ്രകാളി ആയിക്കോട്ടെ, പാർവതി ദേവി ആയിക്കോട്ടെ,
അതുപോലെ വരാഹി ആയിക്കോട്ടെ, ഏത് രൂപവും ആയിക്കോട്ടെ, ദേവി പാർവതി ദേവി തന്നെയാണ് ഇതെല്ലാം. അപ്പം ദേവി ഏത് രൂപത്തിൽ വിളിച്ചാലും നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറും. അതിന്റെ രഹസ്യം മനസ്സിലായല്ലോ. നിങ്ങളുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തി തന്നെയാണ് ദേവി. അത്രയേ ഉള്ളൂ. അത് അറിഞ്ഞു വിളിച്ചു നോക്കി, ജീവിതം മാറും. ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. നീ രണ്ടാമത്തെ കാര്യം, സർപ്പപ്രീതി വന്നാൽ ജീവിതം പെട്ടെന്ന് മാറും. എന്താ സർപ്പപ്രീതി വന്നാൽ ജീവിതം പെട്ടെന്ന് മാറുന്നത്? സർപ്പങ്ങൾക്ക് ശക്തിയുണ്ട്, സർപ്പങ്ങൾ അങ്ങനെയാണ്, സർപ്പങ്ങൾ ഇങ്ങനെ, ഒക്കെ ശരി തന്നെ. നമുക്ക് എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത്? നമ്മൾക്ക് എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത്? സർപ്പശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ ഊർജത്തിന്റെ പ്രവാഹമാണ്. കുണ്ടലിനി ശക്തി മുകളിലേക്ക് ഉയർന്ന്, അല്ലെ കുണ്ടലിനി ശക്തിയുടെ മുകളിലേക്കുള്ള ഒരു പ്രവാഹം, അത് തന്നെയാണ് ആ ഊർജത്തിന്റെ മുകളിലേക്കുള്ള സഞ്ചാരമാണ് സർപ്പശക്തി. സർപ്പിളാകൃതിയിൽ, അതായത് ഒരു അർദ്ധവൃത്താകൃതിയിൽ മുകളിലേക്ക് ആ പ്രാണന്റെ ആ ഊർജത്തിന്റെ സഞ്ചാരം തന്നെയാണ്, സുഷുമ്നയിലൂടെയുള്ള ഊർജത്തിന്റെ മുകളിലേക്കുള്ള പ്രവാഹം തന്നെയാണ് സർപ്പദേവതയെ വിളിക്കുമ്പോൾ ആ സർപ്പ ശക്തി നമുക്ക് കിട്ടുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ ബോധം തന്നെയാണ് ഉണരുന്നത്. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിച്ച്, നാഗരാജാവിനെ വിളിച്ച് നെയ്വിളക്ക് തെളിച്ചു നോക്കി, ഒരൊറ്റ വഴിപാട് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഞാൻ പറഞ്ഞു, ചെയ്തവർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ശിവനെ വിളിച്ചാലും പെട്ടെന്ന് ജീവിതം മാറും. അതന്നെ, ശിവനെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറുന്നു, പെട്ടെന്ന് റിസൾട്ട്. ശിവനുള്ളിടത്ത് ശക്തിയുണ്ട്, ദാറ്റ്സ് ഓൾ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ശിവനുള്ളിടത്ത് ശക്തിയുണ്ട്. ദേവി അവിടെയും പ്രവർത്തിക്കും, ശിവന്റെ അനുഗ്രഹവും കിട്ടും. രണ്ടും അവിടെ, ശിവന് ശക്തിയുടെ അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് ശിവനെ വിളിച്ചാൽ പെട്ടെന്ന് മാറ്റം വരുന്നത്, ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്നതിനുള്ള കാര്യം. നാലാമത്തെ, ഗണപതിയെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. അതെന്താ ഗണപതിയെ വിളിച്ചാൽ? ഗണപതി നിങ്ങളുടെ നട്ടലിന്റെ അടിയിലെ മൂലാധാരത്തിലാണ് വിനായകൻ വസിക്കുന്നത്. ഗണപതി എന്ന് പറഞ്ഞ ആ ശക്തി, ഊർജം, നിങ്ങളുടെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്തെ ഊർജ കേന്ദ്രം മൂലാധാരത്തിലാണ് വിനായകൻ വസിക്കുന്നത്. ഗണപതി പ്രീതി കൊണ്ടും പെട്ടെന്ന് ലൈഫ് മാറും എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തത്, മുരുകനെ വിളിച്ചാലും. അതെന്താ മുരുകന്റെ പ്രത്യേകത? മുരുകൻ എന്ന് പറഞ്ഞാൽ മുരുകന്റെ ഉൽപ്പത്തി തന്നെ ആ ലോകത്തിലെ വലിയ ഒരു താരകാസുരൻ എന്ന് പറഞ്ഞ പ്രശ്നത്തെ ഇല്ലാതാക്കി ലോകത്തിന് ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവതാരമെടുത്ത ശിവന്റെ അംശം തന്നെ, ശക്തിയുടെ അംശം തന്നെ, ശിവന് ശക്തി തന്നെയാണ് മുരുകൻ. മാത്രമല്ല മുരുകന്റെ ഒരു ആയുധമുണ്ട്, അതായത് വേല്. ആ വേലിന് ഏത് പ്രതിസന്ധിയെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. അത് ദേവി പാർവതി ദേവി കൊടുത്ത, അവിടെ ദേവി ശക്തിയുണ്ട്, ശിവശക്തിയുണ്ട്, പിന്നെ മുരുകൻ എന്ന് പറഞ്ഞ ആ മഹാശക്തിയുമുണ്ട്. അപ്പൊ ഇങ്ങനെ ചില ദേവതകളെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും എന്ന് വെച്ചാൽ മറ്റാരും വിളിച്ചാൽ പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകത്തില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ ദേവതകളെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്നൊരു മാറ്റമാകും, പെട്ടെന്നൊരു കാര്യം സാധിക്കണം. ഈ ദേവതകളിൽ ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് കരഞ്ഞു മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഇഷ്ട വഴിപാട് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോട് കൂടി ചെയ്ത് നോക്കിക്കുകയും അത്ഭുതകരമായിട്ട് പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. പെട്ടെന്ന് മാറ്റത്തിനായി പറയുന്നത് കേട്ടോ. മറ്റുള്ള ദേവതകളെ വിളിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടത്തില്ലെന്നല്ല പറഞ്ഞത്. ഈ ദേവതകൾ കൂടുതൽ അനുഭവമുണ്ട്, പെട്ടെന്ന്. ഇതിന് ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം അറിയുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്ന പോലോ കാണുമല്ലോ, അറിയേണ്ട കാര്യങ്ങൾ അറിയണം. അപ്പൊ നമ്മളുടെ നട്ടലിന്റെ ഏറ്റവും താഴത്തെ, അതായത് മലദ്വാരത്തിന് മുകളിലായിട്ട് നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ചക്രമാണ് മൂലാധാര ചക്രം. ഈ മൂലാധാര ചക്രത്തിലും സ്വാധിഷ്ഠാന ചക്രത്തിലുമാണ് നമ്മളുടെ പല വാസനകളും, ദേഷ്യം, അസൂയ, കുശുമ്പ്, പൊങ്ങച്ചം, ഇങ്ങനെയുള്ള ചില വാസനകളും അതുപോലെ നല്ല ഗുണങ്ങളും ഉണ്ട്. ഇങ്ങനെ നല്ലതും ചീത്തതുമായ പല ഗുണങ്ങളും എവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്? മൂലാധാരം, സ്വാധിഷ്ഠാനം. അപ്പം ഈ ചക്രാസിലെ കൂടുതൽ പോസിറ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച, നമുക്ക് വിജയം, വശ്യം, സമ്പത്തിന് വേണ്ടി ആ നല്ല രീതിയിലുള്ള സമ്പത്ത് വരിക, ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ദേവതകളെ വിളിക്കുമ്പോഴെല്ലാം അവിടെ മാറ്റം പെട്ടെന്ന് സംഭവിക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ മൂലാധാര ചക്രത്തിനും സ്വാധിഷ്ഠാന ചക്രത്തിനും മുകളിലേക്ക് ആ ഒരു ഊർജ പ്രവാഹം, കുണ്ടലിനി ഉണർന്ന് ഇവിടെ എത്തി നിൽക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ യോഗിമാർക്കേ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ അനുഭവങ്ങൾ പലർക്കും ചിലപ്പോൾ ഉണ്ടാകും. അതൊന്നും കുണ്ടലിനി ഉണരലല്ല. കുണ്ടലിനിയിൽ ഒരു ചെറിയ ഒരു വൈബ്രേഷൻ ഉണ്ടായാൽ പോലും അത് നമ്മൾ അനുഭവിക്കണമെന്നില്ല. നമുക്ക് ആ ഈശ്വരാധീനം ഉണ്ടായാൽ പോലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. പറയാൻ മനസ്സിലായി? ജീവിതത്തിൽ മാറ്റം വരും. ചിലർ ചിലപ്പോൾ ഇരിക്കുമ്പോഴിങ്ങനെ നട്ടലിൽ കൂടെ വരുമ്പോൾ പറഞ്ഞാൽ കുണ്ടലിനെ ഉണർന്നാന്ന് വിചാരിക്കും.
അപ്പടിയല്ലേ, അതൊന്നും അപ്പടിയല്ലേ, അതൊക്കെ ചില പ്രവണതകളും ചില ശരീരത്തിന്റെ ചില ഊർജ്ജ പ്രവാഹങ്ങളും. കുണ്ടലിനി ഉണരുക എന്ന് വെച്ചാൽ അത് വേറെ കളി, അത് വേറെ. കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ കണ്ടവനൊട്ട് മിണ്ടിയിട്ടുമില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല, ആ ഒരു അവസ്ഥയാണ്. അത് ആയിരത്തിലൊന്ന് ലക്ഷത്തിലൊരുത്തിന് സംഭവിക്കുന്ന കാര്യമാണ്, ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ പലരും മനസ്സിലാക്കി വെക്കുന്ന അതിനെക്കുറിച്ചല്ല, എന്തൊക്കെയോ പറയുന്നെന്നുള്ളത്. കുണ്ടലിനി ഉണരുക, കുണ്ടലിനി ഉണരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കുണ്ടലിനി ശക്തി ഒരു ദൈവികമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ലൈഫ് ചേഞ്ച് ആകും, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, എവരിത്തിങ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ ഈ മൂലാധാരത്തിനും സ്വാധിഷ്ഠാനത്തിനും മുകളിലേക്ക്, ഏതാണ്, മണിപൂര ചക്രത്തിലേക്ക് ആ ഊർജത്തിന്റെ ചെറിയൊരു പ്രവാഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഈശ്വരീയമായ ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നും. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി ഈ മണിപൂരകത്തിനും മുകളിലേക്ക് അനാഹതത്തിലേക്ക് ആ ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകുമ്പോൾ, ഒരു ഊർജ്ജപ്രവാഹം അല്ലെ ഒരു ചെറിയ വൈബ്രേഷനേ ഉള്ളൂ, അതിന്റെ കുണ്ടലിനുണരുക അല്ല കേട്ടോ. ആ അനാഹതത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. ചിലർക്ക് മൃഗങ്ങളെ വളർത്താൻ തോന്നും, മൃഗങ്ങളെ സംരക്ഷിക്കാൻ തോന്നും, ചിലർക്ക് നദികളെ സംരക്ഷിക്കാൻ തോന്നും, ചിലർക്ക് ഈ മരങ്ങളെ സംരക്ഷിക്കാൻ തോന്നും, ചിലർക്ക് മരങ്ങൾക്ക് വെച്ച് പിടിപ്പിച്ച അതിന് വെള്ളമൊഴിക്കാൻ തോന്നും. ഇങ്ങനെ പ്രകൃതിയോട്, മനുഷ്യനോട് ഒക്കെ ഒരു സ്നേഹം തോന്നി തുടങ്ങും അനാഹതത്തിലേക്ക് ഈ ഒരു പ്രവാഹം ഉണ്ടാകുമ്പോൾ, കുണ്ടലിനിയുടെ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയണമെന്നില്ല കേട്ടോ. ഇനി അനാഹതത്തിൽ നിന്നും അവിശുദ്ധിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉയർന്ന തരത്തിലുള്ള ഹയർ കോൺഷ്യസ്നസ് ഉണ്ടാവും, കൂടുതൽ ഈശ്വരാനുഭവങ്ങളെ, ഈശ്വര ചിന്തകളെ, നല്ല കാര്യം. അവിടെ നിന്നും ആജ്ഞയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈശ്വരീയമായ പല അനുഭവങ്ങളും നിർവൃത്തികളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ലക്ഷത്തിലൊരാൾക്കോ ഒക്കെ സാധിക്കത്തുള്ളൂ. ഇത് ഞാനിപ്പം പറഞ്ഞ ഇതിന്റെ ചില ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് പല രീതിയിൽ ചേഞ്ച് ആവും. അത് മൂലാധാരത്തിലും തന്നെ ഒരു പോസിറ്റീവായ വൈബ്രേഷൻ ഉണ്ടായാൽ മാത്രം മതി, ഒരു പോസിറ്റീവായ ഒരു ശുദ്ധീകരണം ഉണ്ടായാൽ മാത്രം മതി, ജീവിതം മാറും. അപ്പൊ അതിനുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ഈ റോഡിലൊക്കെ ഇപ്പം പലപ്പോഴും കാണാം, സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ചില പിള്ളേരെ കാണും. അത് ഈ ചിലര് ഇങ്ങനെ താടിയൊക്കെ വെച്ച്, ഇങ്ങനെ മുടിയൊക്കെ വെച്ച്, പാൻ്റൊക്കെ കുറച്ച് കീറി, ഈ യോയോ എന്നൊക്കെ നമ്മൾ സാധാരണ ഈ ആളുകളൊക്കെ പറയും, ഈ പുതിയ ഭാഷകളുള്ള. എന്നാൽ ചിലർ അങ്ങനെ, ഈ പിള്ളേർ പാവങ്ങളുവാ, ചിലർ പരിഷ്കാരികളുവാ. എന്തായാലും കൊള്ളാം. ചിലര്, എല്ലാവരും ഇല്ല, ചിലര് വണ്ടിയും കൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പിന്നെ ബുള്ളറ്റിനെക്കാട്ടി സ്പീഡില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ കണ്ടാൽ പിന്നെ കാണത്തില്ല. ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നത് എന്തൊരു അപകടമാണ്. പക്ഷെ അവരോട് നമ്മൾ പറയുക, മക്കളെ ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എനിക്കറിയാം എന്ന് പറയും. പക്ഷെ അവർ പിന്നെ അത് തന്നെ കാണിക്കും എന്ന് പറഞ്ഞവരാണ് ഈ മദ്യപിക്കുന്നവർ. അവർക്ക് മദ്യപിക്കുന്ന പ്രശ്നമാണെന്നറിയാം, ആരോഗ്യത്തിന് പ്രശ്നമാണെന്നറിയാം, എങ്കിലും അവർ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ വിചാരിച്ച എല്ലാത്തിനും മാറ്റം വരും. പിന്നെ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെമ്പരത്തിമാല രക്തപുഷ്പാഞ്ജലിയും ചെയ്താലും ഏത് വ്യക്തിക്കാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് സദ്ബുദ്ധി തോന്നും. അതാണ് വേണ്ടത്. അറിവുള്ളവരൊന്നും നന്നാകത്തില്ല, പക്ഷെ വിവേകം വേണം, തിരിച്ചറിവ് വേണം. തിരിച്ചറിവാകുമ്പോഴേ നന്നാകത്തുള്ളൂ. എല്ലാവർക്കും അറിയാമല്ല, മദ്യം കഴിച്ചാൽ പ്രശ്നമാണെന്നറിയാം, സ്പീഡിൽ പോയാൽ അപകടം ഉണ്ടാകുന്നറിയാം, എല്ലാം അറിയാം. അറിവില്ലാത്തതുകൊണ്ടല്ല, തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. അതുണ്ടാകണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം. അതിന് ഭദ്രകാളി അമ്മയെ വിളിക്കുന്നല്ല. അപ്പൊ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.